പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമം എന്ന അമൂല്യ നിധിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഉത്തരകാണ്ഡത്തിൽ അന്തർഗതമായ ശ്രീ ലളിതാ സഹസ്രനാമം ദേവീ ഭക്തർക്ക് ഒരു അമൂല്യ നിധിയാണ്. ശങ്കരാചാര്യ സ്വാമികൾ, തൈക്കാടയ്യ സ്വാമി, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, ശ്രീരാമകൃഷ്ണ പരമഹംസർ, ശിവാനന്ദ പരമഹംസർ തുടങ്ങിയ മഹാത്മാക്കൾക്ക് സിദ്ധി നേടാനായത് ദേവി ഉപാസനയിലൂടെയാണ്. സർവത്ര ജ്ഞാനം, സർവ ഐശ്വര്യം, സാലോക്യ, സാമീപ്യ, സാരൂപ്യ, സായുജ്യ, കൈവല്യമുക്തികൾ എന്നിവയ്ക്ക് പരാശക്തിയെ തന്നെ ആശ്രയിക്കണം. ശ്രീ പരമേശ്വരി പരമശിവന്റെ സ്പന്ദന ശക്തിയാകയാൽ സച്ചിദാനന്ദമായ ശിവതത്വമറിയാൻ ദേവിയിലൂടെ മാത്രമേ കഴിയൂ എന്ന് ശക്തി രഹസ്യത്തിൽ പറയുന്നു. ഒരു തവണത്തെ ഷോഡശ മന്ത്രജപം കോടി യാഗങ്ങൾക്ക് സമമാണത്രേ. ശ്രീ ലളിതാ സഹസ്രനാമം ജപിക്കുന്നിടത്ത് കീർത്തി, വീര്യം, അഭിവൃദ്ധി, കാര്യലാഭം, അനപത്യത, ദുഃഖശമനം, കലിദോഷ നിവൃത്തി, ശത്രുപീഠ നിവാരണം, സർവജന്മ മഹാപാപ നിവാരണം, ദേവ പിതൃ കുലദൈവ പ്രീതി, സദ്വിദ്യ, ബുദ്ധിലാഭം എന്നീ അനേക ഗുണങ്ങൾ വിളങ്ങുമത്രേ. ആരാലും നിർവചിക്കാനാവാത്ത പ്രപഞ്ചശക്തിയാണ് ലളിതാ ത്രിപുരസുന്ദരി. പ്രപഞ്ചത്തിലെ ജീവശക്തിയാണ് ദേവി. തന്ത്രശാസ്ത്രപ്രകാരം ഈ പ്രപഞ്ചവും നമ്മുടെ ശരീരവും 25 തത്വങ്ങളാൽ നിർമ്മിതമാണ്. ഇതിനെ പഞ്ചവിംശതി തത്വങ്ങൾ എന്ന് പറയും. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക്, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, മനസ്സ്, മായ, ശുദ്ധവിദ്യ, മഹേശ്വരൻ, സദാശിവൻ എന്നിവയാണ് 25 തത്വങ്ങൾ. ഈ തത്വങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിൽ മൂലശക്തിയായ പ്രാണൻ സ്ഥിതി ചെയ്യുന്നു. ഈ പ്രാണനാണ് കുണ്ടലിനി. മൂലാധാരസ്ഥിതമായി ശിവലിംഗത്തെ 3.5 ചുറ്റി വസിക്കുന്ന പ്രാണശക്തിയാണ് കുണ്ടലിനി എന്ന് സിദ്ധയോഗിമാർ പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രാണനെ പരാശക്തി അല്ലെങ്കിൽ ലളിതാ ത്രിപുരസുന്ദരി എന്ന് പറയാം. ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ വീണുയലുന്ന മനുഷ്യരുടെ വേദന കണ്ടിട്ട് അഗസ്ത്യമുനി കാഞ്ചീപുരത്ത് തപസ് ആരംഭിച്ചു. മഹാവിഷ്ണു ഹയഗ്രീവ രൂപത്തിൽ പ്രത്യക്ഷനായി. സംസാര ദുഃഖത്തിന് ശാന്തി വരാൻ തന്റെ സഗുണോപാസനയായ പരാശക്തിയെ ജനങ്ങൾ ഭജിക്കണമെന്ന് ഭഗവാൻ അരുളി ചെയ്തു. പരാശക്തിയുടെ ആവിർഭാവത്തിന് കാരണമായ ഭണ്ഡാസുരന്റെ ഉത്ഭവം മുതലുള്ള കഥ ഹയഗ്രീവൻ അഗസ്ത്യമുനിക്ക് വിസ്തരിക്കുന്നത് ആണ് ലളിതാപാഖ്യാനം. ഭണ്ഡാസുര അവതാനന്തരം പ്രപഞ്ചശക്തിവർദ്ധിനിയായ ശ്രീ ലളിതാത്രിപുര സുന്ദരിയെ ശ്രീചക്രത്തിൽ എഴുന്നള്ളിച്ച് ദേവീചരിതം, വശിന്യതി വാഗ്ദേവതകൾ സ്തുതിക്കുന്നതാണ് ശ്രീ ലളിതാ സഹസ്രനാമം. ഈ 2 സ്തുതികളും പാരായണം ചെയ്യുന്നത് ഐശ്വര്യവർദ്ധകമാണ്. നമുക്ക് ഭണ്ഡാസുരന്റെ കഥയിലേക്ക് കടക്കാം. ഭണ്ഡാസുരനും അസുരഗണവും ത്രിലോകങ്ങളെയും ഉപദ്രവിച്ചു വാണു. നാരദർ ദേവേന്ദ്രനോട് ദേവിയെ പ്രീതിപ്പെടുത്തി ശത്രുസംഹാരത്തിനായി അപേക്ഷിക്കാൻ പറഞ്ഞു. ദേവഗണം 10,000 വർഷം തപസ് ചെയ്തിട്ടും ദേവി പ്രത്യക്ഷയായില്ല. ഒടുവിൽ 1 യോജന വിസ്താരമുള്ള ഹോമകുണ്ഡത്തിൽ മഹായാഗം നടത്തി. എന്നിട്ടും ദേവി പ്രത്യക്ഷയാകാതെ വന്നപ്പോൾ ദേവേന്ദ്രൻ ഹോമാഗ്നിയിൽ ആത്മാഹൂതി ചെയ്യാനൊരുങ്ങി. തത്സമയം അഗ്നികുണ്ഡത്തിൽ നിന്ന് സർവ്വ തേജസ്സുകളെയും അതിശയിപ്പിക്കുന്നതും ഇടയില്ലാത്തതും കോടി സൂര്യപ്രഭയോട് കോടിശീതസുന്ദരവുമായ ഒരു തേജോരാശി ഉയർന്നു വന്നു. ആ പ്രകാശമധ്യത്തിൽ ശ്രീചക്രാകൃതിയിൽ ഒരു പ്രഭാവലയം രൂപമെടുത്തു. ആ പ്രഭാവലയത്തിനുള്ളിൽ സാക്ഷാൽ ശ്രീ ലളിതാ ത്രിപുരസുന്ദരി പ്രത്യക്ഷയായി. ശ്രീ ലളിതാ ത്രിപുരസുന്ദരി പ്രത്യക്ഷയായതും ഇന്ദ്രാദി ദേവഗണം തൽക്ഷണം സർവാഭീഷ്ടപ്രദയായ ലളിതാസ്തവരാജ സ്തോത്രം കൊണ്ട് സ്തുതിച്ചു. സംപ്രീതിയായ ഭഗവതി അസുര നിഗ്രഹം നടത്താമെന്ന് വാക്കു നൽകി. അടുത്തതായി നടന്നത് ലളിതാംബയുടെ വിവാഹമാണ്. ദേവിക്ക് വരനെ കണ്ടെത്താൻ ബ്രഹ്മാവ് ഇച്ഛിച്ചു. നവയൗവനയുക്തനായ കാമേശ്വരനായി ശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. സ്വയംവരത്തിനായി ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചു. ലളിതാദേവി വരണമാല്യം ആകാശത്തിലേക്ക് എറിഞ്ഞു. ആ മാല പതിച്ചത് കാമേശ്വരന്റെ കണ്ടത്തിലായിരുന്നു. ഭഗവതിയുടെ സോദരനായ വിഷ്ണു കന്യാദാനം ചെയ്യണമെന്നായി. ദേവതാഗണങ്ങളും ഋഷിമാരും ഗന്ധർവ സിദ്ധചാരണാദികളും നിറഞ്ഞ സദസ്സിൽ മഹാവിഷ്ണു ലളിതാംബയെ ശിവന് കന്യാദാനം നടത്തി. പിന്നീട് ദിവ്യകുസുമങ്ങൾ കൊണ്ട് നിർമ്മിച്ച ത്രിലോകങ്ങളിലും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിവുള്ള കുസുമാകാരം എന്ന ദിവ്യ വിമാനത്തിലിരുത്തി ദേവിയുടെ പട്ടാഭിഷേകം നടത്തി. ത്രൈലോക്യ ചക്രവർത്തിനിയായി അഭിഷേകം ചെയ്യപ്പെട്ട ദേവി 10,000 വർഷം കാമേശ്വരനോടൊപ്പം ലോകക്ഷേമം നിർവഹിച്ചു.
ഒരു നാൾ ദേവഗണം ഭണ്ഡാസുരന്റെ ദുഷ്ടതകൾ ദേവിയോട് ഉണർത്തിച്ചു. ദേവിയുടെ അവതാരോദ്ദേശ്യം ഭണ്ഡവധമാണെന്നറിയിച്ചു. ഭഗവതി യുദ്ധത്തിന് തീരുമാനമെടുത്തു. തത്സമയം ദേവിയുടെ വിഭൂതിയായി അനേകം ദേവതകൾ ലളിതാംബയിൽ നിന്നും യുദ്ധസന്നദ്ധരായി ഉത്ഭവിച്ചു. ശ്രീ ലളിതാ പരമേശ്വരിയുടെ അങ്കുശത്തിൽ നിന്ന് സമ്പൽക്കരി ദേവി രണഗോലഹലൻ എന്ന മതയാനപ്പുറത്ത് പ്രത്യക്ഷയായി. കോടിക്കണക്കിന് ചതുരംഗപ്പട സമ്പൽക്കരി ദേവിയെ അകമ്പടി സേവിച്ചു. ലളിതാംബയുടെ പാശത്തിൽ നിന്ന് അശ്വരൂഢ പാർവതി അപരാജിതമെന്ന കുതിരമേൽ പ്രത്യക്ഷയായി. ലളിതാംബികയുടെ സർവ്വസൈനാധിപയായി ദണ്ഡനാഥ ദേവി അഥവാ വരാഹി ദേവി അവരോധിക്കപ്പെട്ടു. ക്രൂര സ്വഭാവമുള്ള ശക്തിദേവിഗണം ദണ്ഡിനിയുടെ സൈന്യത്തിന് ഭയാനകത വർദ്ധിപ്പിച്ചു. വേത്രധാരികൾ, മഹിഷക്കൊടിയുള്ളവർ, മൃഗക്കൊടിയുള്ളവർ, സിംഹക്കൊടിയുള്ളവർ ഇങ്ങനെ അതിഗർഭിഷ്ഠകളായ ദേവതാ സൈന്യം യുദ്ധത്തിനിറങ്ങി. പന്നിമുഖക്കാർ, ചണ്ഡന്മാർ, ഉച്ചണ്ഡന്മാർ, ഭൈരവഗണം, പോത്തുകളുടെ മേലേറി വരാഹരൂപിണികൾ ഇങ്ങനെ ആ വിപുലമായ പെൺസൈന്യം കാണേണ്ട കാഴ്ച തന്നെയാണ്. ലളിതാംബികയുടെ മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്ന മന്ത്രിണി ദേവി ഗേയം എന്ന രഥത്തിൽ മദ്യപിച്ച് മതിച്ച് തിമിർത്ത അനേകം ശ്യാമളാംഗിമാരായ ശക്തിദേവിമാരോടൊപ്പം പുറപ്പെട്ടു. ഒടുവിലായി ത്രൈലോക്യ മഹാരാജ്ഞിയായ ശ്രീ രാജരാജേശ്വരിയുടെ ശ്രീചക്രരാജം പ്രത്യക്ഷമായി. 9 ത്രികോണങ്ങളെ കൊണ്ട് രചിക്കപ്പെട്ട ശ്രീചക്രം എന്ന യന്ത്രത്തിന്റെ രൂപത്തെയാണ് ശ്രീ ലളിതാംബികയുടെ രഥം പ്രതിദാനം ചെയ്യുന്നത്. രഥത്തിന്റെ 4 ചക്രങ്ങൾ 4 വേദങ്ങളും 4 കുതിരകൾ പുരുഷാർത്ഥങ്ങളും ധ്വജം ആനന്ദവുമാണ്. 4 യോജന വിസ്താരമുള്ള രഥത്തിന് 9 തട്ടുകളും അവയിൽ എണ്ണമറ്റ ദേവതകളും സ്ഥിതി ചെയ്യുന്നു. ദേവി സ്ഥിതി ചെയ്യുന്ന ഈ ശ്രീചക്രം ദേവി ലോകമായ മണിദ്വീപിലെ സുമേരു പർവ്വതത്തിന്റെ പതിപ്പാണ്. 2185 അക്ഷൗഹിണിപ്പടയോടെ ശ്രീ ലളിതാംബികയുടെയും അവതാര ദേവിമാരുടെയും പെൺപടയെ വെല്ലുവിളിച്ച ഭണ്ഡസൈന്യത്തെ ദേവിമാർ ഒന്നടങ്കം നാശം വരുത്തി. 4-ാം ദിവസം അസ്തമിക്കാറായപ്പോൾ കോപം കൊണ്ട് വെളിവില്ലാതായ ഭണ്ഡാസുരനെ ലളിതാംബിക തന്റെ വിശിഷ്ടവും 1000 ആദിത്യ ശോഭയാർന്നതുമായ കാമേശ്വരാസ്ത്രത്താൽ എരിച്ചു വീഴ്ത്തി. ആ ദിവ്യസ്ത്രജ്വാലയാൽ ഭണ്ഡന്റെ ശൂന്യകാ നഗരം വെന്തു വെണ്ണീറായി. ലളിതാ സഹസ്രനാമത്തിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കഥയിലേക്ക്. ഭണ്ഡവധാനന്തരം ദേവീ ദേവതകൾ മഹാത്രിപുരസുന്ദരിയെ പുകഴ്ത്തുകയും ലളിതാംബികയുടെ യുദ്ധപാഠവും മഹിമയും പുകഴ്ത്തുകയും ചെയ്തു. ഇതിൽ സംതൃപ്തയായ പരാശക്തി തന്റെ ശ്രീചക്രത്തിലെ 7ാമത്തെ കോണായ അഷ്ടകോണുകളിൽ വാണരുളുന്ന വശിന്യാദി വാഗ്ദേവതകളോട് തന്റെ മഹിമാപാഠവും ഭണ്ഡാവധ ചരിതവും സഹസ്രനാമമായി രചിക്കാനും അത് സ്തുതിക്കുന്ന ത്രിലോകങ്ങളിലുമുള്ള മനുഷ്യർക്കും ദേവതകൾക്കും ഭോഗവും മുക്തിയും ദേവിലോക പ്രാപ്തിയും കൈവരുമെന്നും അനുഗ്രഹിച്ചു. മരണദുഃഖങ്ങളെയും ദൗർഭാഗ്യങ്ങളെയും പമ്പ കടത്തുന്ന മഹാത്രിപുരസുന്ദരിയുടെ സഹസ്രനാമം രചിച്ച വശിന്യാദി ദേവതമാർ ആരൊക്കെയാണെന്നറിയാമോ? വശിനി, കാമേശി, മോദിനി, വിമല, അരുണ, ജൈനി, സർവേശ്വരി, കൗലിനി ഈ മധുരഭാഷിണികളായ സുന്ദരി യോഗിനിമാർ വാഗ്ദേവതമാരായി അറിയപ്പെടുന്നു. ആയതിനാൽ ഈ രഹസ്യയോഗിനികൾ രചിച്ച് ദേവിയെ പാടി പുകഴ്ത്തിയ ലളിതാ സഹസ്രനാമം നിത്യം പാരായണം ചെയ്യുന്ന ഗൃഹത്തിൽ കുഞ്ഞുങ്ങൾക്ക് വാഗ്മിത്വം, ജ്ഞാനബുദ്ധി വികാസം, ഉന്നത സ്ഥാനമാനം, ധനധാന്യ സമൃദ്ധി, പരമമായ ദേവീഭക്തി ഇവ നിലനിൽക്കും. എത്ര കഠിന പീഡകൾ വന്നാലും ശ്രീ ലളിതാംബിക പരാശക്തിയെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചാൽ ഈ പെറ്റമ്മ ഒരു ജീവനെയും തള്ളിക്കളയില്ല. ദുഃഖനിവൃത്തി തീർച്ചയാണ്. ഉപാസന തന്നെ സൗമ്യം, മധ്യമം, കഠിനം എന്നിങ്ങനെ പലതരത്തിലാണ്. ജീവിതത്തിലെ ദുഃഖദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, നിർഭാഗ്യങ്ങൾ ഇവ മാറി അഭീഷ്ടസിദ്ധിക്കായി ശ്രീചക്രത്തിന് മുന്നിൽ നെയ്വിളക്ക് തെളിച്ച് ഭക്തി സമർപ്പണത്തോടെ ജപിക്കുക. ലളിതാ സഹസ്രനാമം, ലളിതോപാഖ്യാനം, ലളിതാത്രീശതി, ശ്യാമളദണ്ഡകം ഇവ വിധിപ്രകാരം ജപിച്ചും അർച്ചന ചെയ്തും അഭീഷ്ടസിദ്ധി നേടാം. ലളിതാ സഹസ്രനാമത്തിന്റെ അക്ഷരശുദ്ധിയുള്ള ആലാപനം കേൾക്കുകയും ഒപ്പം പുസ്തകം നോക്കി മനസ്സാൽ പിന്തുടർന്നാലും പെട്ടെന്ന് ഹൃദിസ്ഥമാകും. രാജകുടുംബങ്ങളും വലിയ തറവാടുകളിലും ഐശ്വര്യവും കീർത്തിയും ശത്രുജയത്തിനും വേണ്ടി മഹാത്രിപുരസുന്ദരിയുടെ പൂർണ്ണ അനുഗ്രഹത്തിനായി സ്ത്രീയന്ത്രത്തിൽ ദേവിയെ പൂജിച്ചു ഉപാസിച്ചു വന്നിരുന്നു. പണ്ട് കായംകുളം രാജാവിനെ തോൽപ്പിക്കാനാവാതെ തിരുവിതാംകൂർ മഹാരാജാവ് വിഷമിച്ചു. ഒടുവിൽ മണ്ണടി ഭഗവതി ക്ഷേത്രത്തിലെ കാമ്പിത്താനെ ശരണം പ്രാപിച്ചു. ദേവിയുടെ പ്രതിനിധിയായ വെളിച്ചപ്പാടിനെയാണ് കാമ്പിത്താൻ എന്ന് പറയുന്നത്. കായംകുളം രാജാവ് വെച്ച് പൂജിക്കുന്ന ശ്രീയന്ത്രം എടുത്തു മാറ്റിയാൽ മാത്രമേ ആ നാട്ടുരാജ്യത്തെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന് കാമ്പിത്താൻ അനുഗ്രഹിച്ചു ചൊല്ലി. ഇത് കേട്ട രാജാവിന്റെ വിശ്വസ്തനായ മന്ത്രി പരദേശി ബ്രാഹ്മണന്റെ വേഷത്തിൽ കായംകുളത്തെ ക്ഷേത്രത്തിൽ ഭജനമിരുന്നു.
ഒരവസരം വന്നതോടെ നിർമ്മാല്യ പുഷ്പങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ച് ആ ശ്രീയന്ത്രം തിരുവിതാംകൂറിലേക്ക് കടത്തി. അതോടെ കായംകുളം യുദ്ധത്തിൽ തോറ്റ് തിരുവിതാംകൂറിന് അധീനതയിലായി എന്ന് ഐതിഹ്യം പറയുന്നു. ശ്രീ ലളിതാ സഹസ്രനാമം എന്ന അമൂല്യനിധി ഇനിയും എത്താത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.